കരയും കടലുമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഭൂമിക അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അധീനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മെ ആദരിക്കുകയും മറ്റ് സൃഷ്ടിജാലങ്ങളെക്കാൾ സവിശേഷമായ പ്രത്യേകത നൽകുകയും ചെയ്തതിൻ്റെ ഒരു കാരണം അല്ലാഹു നമുക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. ഈ ഒരു ചോയ്സാണ് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കുവാനുള്ള, ശരിതെറ്റുകളെ വിവേചിച്ചറിയാനുള്ള ഒരു ചോയ്സ്. ഈ ഒരു ചോയ്സാണ് നമ്മൾ സ്വതന്ത്രരായി മാറണോ അതല്ല അടിമകളായി മാറണമോ എന്ന് തീരുമാനിക്കുന്നത്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു നൈസർഗികമായ സ്വഭാവം വെച്ചിട്ട് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ഗുണം നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മുടെ നൈസർഗിക സ്വഭാവത്തിലില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ഏതൊക്കെയോ ചില താല്പര്യങ്ങളുടെ, നമ്മൾ എന്തോ ഒന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില സംഗതികളുണ്ട്, താല്പര്യങ്ങൾ. നമ്മൾ അതിൻ്റെയൊക്കെ അടിമകൾ. നമ്മുടെ ഒരു പ്രകൃതി നമ്മൾ അടിമത്ത സ്വഭാവത്തോടു കൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്നതാണ്. ഒന്നുകിൽ നമ്മുടെ ദേഹേച്ഛകളുടെ അടിമയായിരിക്കും. നമ്മളെ നയിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇച്ഛകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. മറ്റു ചിലപ്പോൾ നമ്മെ തന്നെ പോലെയുള്ള ഇതര മനുഷ്യരുടെ അടിമകൾ, അവർ പറയണ കേട്ടിട്ട് അവരുടെ നിയമങ്ങളും തീരുമാനങ്ങളുമായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുക. നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ ചില വ്യവസ്ഥകൾ, സംഘടനകൾ, ജാതിയുടെ, വർണ്ണത്തിൻ്റെ, പാർട്ടിയുടെ, പ്രസ്ഥാനത്തിൻ്റെ, ഇങ്ങനെ പലതിൻ്റെയും അടിമയാകാൻ നമ്മൾ നിർബന്ധിതരാണ്. മറ്റൊരു പക്ഷേ നമ്മൾ നമ്മുടെ സൃഷ്ടാവിൻ്റെ മാത്രം, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടിമയായിട്ടും നമ്മൾ നിലകൊള്ളും. നമ്മൾ ആരുടെ അടിമയാകണമെന്ന നമ്മുടെ ഒരു തിരിച്ചറിവുണ്ടല്ലോ. നമ്മൾ ആരുടെ അടിമയായി ജീവിക്കണമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മെ സൃഷ്ടിച്ച് വഴി നടത്തുന്ന അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈയൊഴിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടിമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അടിമകളായി മാറുമ്പോൾ അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത ഒരു ഗുണമുണ്ടല്ലോ, വലക്കത് കറംനാ ബനി ആദം. ഏതൊരു ഗുണമാണോ നിങ്ങൾ നല്ലതും ചീത്തയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രനായി മാറണം എന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി ലക്ഷ്യമുണ്ട് നമ്മളെക്കുറിച്ച്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചപ്പോൾ അതിലൊരു നിയോഗ ലക്ഷ്യമുണ്ട്. നമ്മൾ ഖലീഫത്തുള്ളയാണ്. അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടികളായ മനുഷ്യൻ ഇങ്ങനെ ചരിക്കണം, ഇങ്ങനെ സഞ്ചരിക്കണം, ഇന്ന വഴിയിലൂടെ പോകണമെന്ന അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിന് എതിരാകുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ ആദരവിൻ്റെ ആ സവിശേഷ ഗുണങ്ങളിൽ നിന്ന് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും അത്യുന്നതമായൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തരം താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. തുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ,
അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ദൈവനുക്തരായ പ്രവാചകന്മാർ ഇവിടെ നിയോഗിതരായത് തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യം മനുഷ്യന് വകവെച്ച് നൽകുവാനും അവർ അടിപ്പെട്ട തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ അടിമകളാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക, വിമോചനത്തിന്റെ വഴിയിലൂടെ നയിക്കുക എന്ന അത്യുന്നതമായ ആ ദൈവിക ഗുണത്തിലേക്ക് വലക്കത് കറംനാ ബനി ആദം, ആ ഒരു ശ്രേഷ്ഠ ഗുണത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം നമുക്ക് നേടിത്തരുവാനാണ് അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരും നിയോഗിതരായതിൻ്റെ ഒരു ലക്ഷ്യം. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രവുമായിട്ട് പറയുന്നുണ്ടല്ലോ. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം നിയോഗിതരായിരുന്ന സമൂഹം ബനി ഇസ്രായേലി സമുദായം അവിടുത്തെ ത്രിഭിത്തികളാൽ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അടിമപ്പെടുകയും ചെയ്യേണ്ടിയിരുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രനാക്കുക എന്നതായിരുന്നു ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാമയുടെ നിയോഗ ലക്ഷ്യങ്ങളിൽ ഒന്ന്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട് പീഡിതരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആ ജനതയെ അള്ളാഹുവിന്റെ ഔദാര്യത്താൽ നിങ്ങളെ ലോകത്തിന്റെ നേതൃത്വത്തിലേക്ക് അല്ല, ഈ ഭൂമിയുടെ അനന്തരാവകാശികളാക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാം നിയോഗിതനായത്. വനുമുക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകുവാൻ വേണ്ടിയിട്ട് ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്തിനായിരുന്നു പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? തന്റെ ദീനിനെ പൂർത്തീകരിക്കുന്നതോടുകൂടി മനുഷ്യൻ സമൂഹത്തിൽ അടിപ്പെട്ടിരിക്കുന്ന പല വ്യവസ്ഥിതിയുടെയും അടിമത്തത്തിൽ നിന്ന് മോചിതനായിക്കൊണ്ട് അവൻ സ്വതന്ത്രനാകേണ്ടത് കൂടി ഉണ്ടായിരുന്നു. അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ ചങ്ങലക്കെട്ടുകൾ, ആ ഭാരത്തിന്റെ വലിയ അടിമത്തത്തിന്റെ ഭാണ്ഡങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് ചങ്ങലക്കെട്ടുകൾ വിമോചിക്കപ്പെടുന്ന സ്വതന്ത്രനായ മനുഷ്യൻ മാറണം എന്നതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യങ്ങളിലൊന്ന്. ആ ഒരു സ്വാതന്ത്ര്യ ബോധം സ്വാധീനിച്ച, അത് ഏറ്റെടുത്ത പ്രവാചകന്റെ അനുയായികൾ തങ്ങൾക്ക് നേരെ വരുന്ന മുഴുവൻ അടിമത്തങ്ങൾക്കെതിരിലും ഈ ഒരു സ്വാതന്ത്ര്യ ബോധത്തോടുകൂടി നിലയുറപ്പിക്കാൻ, അടിയുറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു. പേർഷ്യൻ അധിപതിയായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് ആമിർ എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ടല്ലോ, ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. അള്ളാഹു ഞങ്ങളെ കൊട്ടാരത്തിലെ രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞങ്ങളുടെ നിയോഗ ദൗത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം തന്റെ സഹാബിമാരാൽ അറിയിക്കുകയാണ്. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക്. ആ അടിമത്തത്തിന്റെ പേരിൽ ലോകം ഇടുങ്ങിയതാണ് എങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വിശാലതയിലേക്ക്. ഇസ്ലാം, അടിമത്തങ്ങളുടെ അനീതിയിൽ നിന്ന് മനുഷ്യനെ അടിമകളാക്കി വെച്ചുകൊണ്ട് അനീതിയോടുകൂടി പെരുമാറുമ്പോൾ ഇസ്ലാം വകവെച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ നീതിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുവാനാണ് ഞങ്ങളുടെ പ്രവാചകൻ നിയോഗിതരായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യത്തെക്കുറിച്ച്
റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് സധൈര്യം ആയുധഭൂഷികളായ സൈനിക സജ്ജരായി നിൽക്കുന്ന റുസ്തമിന്റെ രാജാവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നിരായുധനും നിർഭയനുമായിക്കൊണ്ട് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനുള്ള ധൈര്യം ഇസ്ലാം വകവെച്ചു നൽകുകയായിരുന്നു. നമ്മളിപ്പോ ഹിജ്റയെ കുറിച്ചും മുഹറത്തെ കുറിച്ചുമുള്ള നമ്മുടെ പല വർത്തമാനങ്ങളിലും വിമോചനങ്ങളെ കുറിച്ചിട്ടാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മുതൽ മക്കം ഫതഹ് വരെയുള്ള മുഴുവൻ സംഭവ വികാസങ്ങളെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഓരോ ചുവടുവെപ്പുകളും മനുഷ്യന്റെ വിമോചനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വളരെ കരുതിവെപ്പുള്ള പ്രവർത്തനങ്ങളായിരുന്നു, ആസൂത്രണങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. യുദ്ധങ്ങൾ പോലും, പ്രവാചകന്റെ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ പോലും മനുഷ്യന്റെ വിമോചനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത്? മാനസികമായ അടിമത്തമാണ്. മനുഷ്യൻ മാനസികമായി അവൻ അടിമയായി കഴിഞ്ഞിരിക്കുകയാണ്. മാനസികമായി മനുഷ്യൻ അടിമത്തത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് പിന്നെ എന്തൊക്കെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവന് സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ കഴിയുകയില്ല. എന്താണ് സ്വാതന്ത്ര്യം? ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ? മാനസികമായ സ്വാതന്ത്ര്യമാണ്. മാനസികമായ സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അത് വിശ്വാസത്തിന്റെ പ്രചോദിതമായ വിശ്വാസം, ഈമാൻ വകവെച്ച് നൽകുന്ന സ്വാതന്ത്ര്യമാണ് മാനസികമായ സ്വാതന്ത്ര്യം. ഈ ഒരു സ്വാതന്ത്ര്യം മനുഷ്യൻ നേടിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, ശാരീരികമായ വിഷമതകൾ ഉണ്ടാകട്ടെ, പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, അതൊന്നും പ്രശ്നമല്ലാത്തവണ്ണം എല്ലാത്തിനെയും തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് മനുഷ്യന് നേടിയെടുക്കുന്നത് കാണാൻ കഴിയും. ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് മൂപ്പരുടെ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു കോപ്റ്റിക് വളരെ താഴ്ന്ന വർഗക്കാരനായ ഒരു മകൻ, ഒരാളുടെ മകനെ പിടിച്ചിട്ട് ഒരു അടി വെച്ച് കൊടുത്തു, എന്തോ വാക്ക് തർക്കത്തിൽ. ഇയാള് ചെന്നിട്ട് അന്ന് അവിടുത്തെ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞു, നിങ്ങളുടെ ഗവർണറുടെ മകൻ ഞങ്ങളെ വെറും കാരണമില്ലാതെ കൊണ്ട് അടിച്ചിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പാനെയും മകനെയും, അതായത് ഈജിപ്തിലെ ഗവർണറെയും അദ്ദേഹത്തിന്റെ മകൻ, ഈ അടിച്ച മകനെയും ഈ കോപ്റ്റിക് വംശജനായ സാധാരണ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഈ അടിയേറ്റ കോപ്റ്റിക് വംശക്കാരനോട് പറഞ്ഞു, നിന്നെ അടിച്ചവനെ നീ അടിച്ചതുപോലെ അടിക്കുക, അല്ല നിനക്ക് ആവശ്യം പോലെ അടിച്ചോ. അവൻ ശരിക്ക് തിരിച്ചടിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മത്തസ്തഅദത്തും നാസ്, നിങ്ങൾ എന്ന് തൊട്ടാണ് മനുഷ്യനെ അടിമകളാക്കാൻ തുടങ്ങിയത്? വഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറാ, അവരുടെ ഉമ്മമാർ വളരെ സ്വതന്ത്രമായിട്ടാണല്ലോ അവരുടെ മക്കളെ പ്രസവിക്കുന്നത്. എന്നിട്ട് ആ കോപ്റ്റിക് രാജാവിനോട് ചോദിച്ച്, നിന്നെ അടിച്ചവനെയല്ലേ അടിച്ചത്, അടിച്ചവന്റെ വാപ്പാനെ നിനക്കടിക്കണോ? എന്താ കാരണം? അടിച്ചവന്റെ വാപ്പ അവിടുത്തെ ഗവർണറാണെന്നുള്ള ധാർഷ്ട്യത്തിന്റെ പുറത്താണല്ലോ ഇവൻ നിന്നെ അടിച്ചത്, അതുകൊണ്ട് നിനക്കടിക്കണോ? ഓ, അത് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇസ്ലാം വകവെച്ച് നൽകുന്ന മാനസികമായ സ്വാതന്ത്ര്യം അവിടെ സ്ഥാനമാനങ്ങളെക്കാൾ മിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, കാലഘട്ടത്തിന്റെ ഭരണകൂടത്തിന്റെ അനീതിയിൽ നിന്ന്, മനുഷ്യൻ വെച്ചു പുലർത്തുന്ന തങ്ങളുടെ അനീതിയിൽ നിന്ന് ഇലാ അദിലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക് മനുഷ്യനെ മാനസികമായി പിടിച്ചുയർത്തുകയാണ്, വിമോചിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ രാഷ്ട്രങ്ങളുടെ അടിമയാണ് അല്ലെ? ഇപ്പോ ഒരിക്കലും ഞങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അടിമകളാവുകയില്ല എന്നാണ് ഗസ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്.
അവിടുത്തെ കഴിഞ്ഞ ഒരു ഖുതുബ നിങ്ങൾ വാട്സപ്പിൽ വായിച്ചില്ലേ? വിശപ്പ്. അപ്പൊ ഹത്തീബ് ഇങ്ങനെ ഖുതുബക്ക് പള്ളി തന്നെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എവിടെയോ ഒരു മൈതാനത്ത് ചെറിയൊരു മരത്തടിയുടെ മുകളിൽ നിന്നിട്ട് ഹത്തീബ് പറയുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് നമസ്കരിച്ച് പിരിയാം. അത്രത്തോളം പീഡിതരും കഷ്ടപ്പാടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ബോംബിങ്ങിനാൽ കെട്ടിടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. നിങ്ങൾ ഗസയുടെ ചിത്രം വിവരിക്കേണ്ടതില്ലല്ലോ. പാലസ്തീൻ ആ തകർന്നടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മാനസികമായ സ്വാതന്ത്ര്യം, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്മാറുന്നത് വരെ ഞങ്ങൾ ആയുധം താഴെ വെക്കുകയില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടിമത്തം ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ലോകത്തെ ഏറ്റവും വലിയ അടിമരാജ്യങ്ങളാരാ? നിങ്ങളൊന്ന് മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം തകർന്നടിഞ്ഞിട്ടും ഒരു രാജ്യം, ഇപ്പോ ഇസ്രായേൽ എന്താ, അറബ് സൗദി മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും ഒന്നിച്ചു ചേർത്ത് ഒരു വിശാല ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പാലസ്തീനിന്റെ മക്കൾ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കുകയില്ല. ഇസ്ലാം വകവച്ചു നിൽക്കുന്ന സ്വാതന്ത്ര്യബോധം, മാനസികമായ സ്വാതന്ത്ര്യം, ഒന്നുമില്ലായ്മയിലും കീഴടങ്ങാനാവാത്ത അതിനിഷ്ഠൂരമായ പീഡനങ്ങളുടെ എല്ലാവിധ ആക്രമണങ്ങളുടെ മുമ്പിലും കീഴടങ്ങാത്ത ഒരു മനസ്സ്. ഇതിന്റെ ഒരു മറുവശം ഒന്ന് ആലോചിച്ച് നോക്കി. സകല സുഖ സൗകര്യങ്ങൾക്കിടയിലും അടിമകളായി നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ അറബ് രാജ്യങ്ങൾ ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ അടിമ രാജ്യങ്ങൾ ഏതാ? നമ്മുടെ അറബ് രാജ്യങ്ങളാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയിലെയും ഔദാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഇസ്സത്തിനെ കളഞ്ഞു കുളിച്ചവർ, മാനസികമായി അടിപ്പെട്ടു പോയവർ, അടിമത്തം പേർന്നവർ. നിങ്ങൾക്ക് വിമോചനം ആവശ്യമുണ്ടോ? ഒന്നാമതായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്ന വിമോചനം അത് നമ്മുടെ ആദർശ വിമോചനമാണ്. ഇബ്തഅസനല്ലാഹു മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദാ. മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ, ഇത്തരത്തിലുള്ള കൊളോണിയൽ സാമ്രാജ്യത്വ മുസ്ലിം സമുദായം രക്ഷപ്പെടണമെന്നുണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ള കൊളോണിയൽ സാമ്രാജ്യത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങൾ സ്വതന്ത്രമാകണം. എങ്കിലേ അവർക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇബ്തഅസനല്ലാഹു മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദാ. മനുഷ്യൻ നിർമ്മിച്ച സാമ്രാജ്യത്വത്തിന്റെ, സയനിസത്തിന്റെ, അധിനിവേശങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക്, ആദർശ വിമോചനത്തിലേക്ക് നമ്മൾ മാറാൻ സന്നദ്ധരാകുമ്പോഴേ ഈ ലോകത്ത് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് മുസ്ലിം സമുദായത്തിന് പോലും പറയുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി ഇസ്ലാം നൽകുന്ന ആ വിമോചനത്തിന്റെ രണ്ടാമത്തെ അടിത്തറ നീതിയാണ്. കൂനൂ ഖവ്വാമീന ബിൽ ഖിസ് വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു. നമ്മളോട് ശത്രുത പുലർത്തുന്നവരോട് പോലും അനീതി കാണിക്കാത്ത, ഇവിടത്തെ തരം താഴ്ത്തപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി സംസാരിച്ച, മതസ്തബ്ദത്തുഹും നാസ്, നിങ്ങൾ എന്താണ് മനുഷ്യരെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിക്കുന്നത്. നീതിക്ക് മുമ്പിൽ ജാതിയോ വർണ്ണമോ വർഗമോ മതമോ ഒന്നും വിഷയമല്ലാത്ത വണ്ണം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്. എപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നതെന്നറിയോ? ഒരു ജൂതന് നീതി നഷ്ടപ്പെടുമോ എന്ന ചർച്ചകൾക്കിടയിൽ ജൂതന് നീതി ലഭിക്കാൻ വേണ്ടി ഖുർആനിനെതിരെ നിലകൊള്ളുന്ന, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂതന് വേണ്ടിയിട്ടാണ്, ജൂത സമൂഹത്തിന് വേണ്ടി അതിലെ ഒരു പ്രതിനിധിക്ക് ഇസ്ലാമിന്റെ പേരിൽ
നീതി നഷ്ടപ്പെടാൻ പാടില്ല. ഒരു കളവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലെ ഒരുത്തൻ കട്ടു, ഒരു മുസ്ലിമാണ് കട്ടത്, പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ അതുകൊണ്ടൊരു ജൂതന്റെ അടുത്ത് കൊണ്ടിട്ടു. അങ്ങനെ ജൂതനെ പിടിച്ചു. ജൂതന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. പാടില്ല. ഇസ്ലാമിലെ നീതിബോധം, ഇസ്ലാമിലെ സ്വാതന്ത്ര്യം, ഒരിക്കലും അനീതി, ലോകത്ത് അനീതി സംഭവിക്കുവാൻ ഇടയായി കൂടാ. കൂനു ഖവ്വാമീന ബിൽ ഖിസ്. അവിടെ നിങ്ങൾ നീതിപൂർവ്വം നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയണം. മൂന്നാമതായി സത്യം, ഹഖ്. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. മിഥ്യകൾ തകരേണ്ടതാണ്. മനുഷ്യനെ അടിമകളാക്കി മാറ്റുന്നത് മിഥ്യകളാണ്, അസത്യങ്ങളാണ്. അതുകൊണ്ട് സത്യം പുലരേണ്ടത്. അൽ ഹഖു മിർ റബ്ബിക വലാ തകൂനന്ന മിനൽ മുംതരീൻ. അൽ ഹഖ്, ഹഖ് എന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള. അതുകൊണ്ട് വലാ തകൂനന്ന മിനൽ മുംതരീൻ, നമ്മൾ സംശയാലുക്കളായി മാറുവാൻ പാടില്ല. സംശയങ്ങളുടെ പേരിൽ, നമ്മളുടെ താല്പര്യങ്ങളുടെ പേരിൽ സത്യത്തിന് എതിരെ നിലകൊള്ളുവാൻ പാടില്ല. സത്യം സത്യമായി നിൽക്കണം, അസത്യം അസത്യമായി നിൽക്കണം. ഇസ്ലാം നിയോഗിതമായത് അതിനു വേണ്ടിയാണ്. ദീനുൽ ഹഖ്, യഥാർത്ഥ മതം, അത് സത്യത്തിന്റെ മതമാണ്. ആ സത്യമല്ലാത്ത ഒന്നും മനുഷ്യന് വിമോചനം നൽകാൻ കഴിയുകയില്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് ദീനുൽ ഹഖിനെ, സത്യമതത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അസത്യത്തിന്റെ ആളുകൾക്ക് അത് എത്ര ബുദ്ധിമുട്ടുള്ളതായാലും വെറുപ്പുള്ളതായാലും ശരി, ഈ സത്യമതം ഇവിടെ അതിജയിക്കുമെന്നുള്ളതാണ്. അവസാനമായി സമാധാനം. മനുഷ്യന്റെ വിമോചനത്തിന്റെ അടിസ്ഥാനം അവന് സമാധാനം ലഭിക്കണമെന്നുള്ളതാണ്. മനുഷ്യ നിർമ്മിത വ്യവസ്ഥകൾ മുഴുവനും മനുഷ്യനെ അശാന്തിയിലേക്ക് നയിക്കുമ്പോൾ സമാധാനം, അല്ലാഹു അൻതസ്സലാം, അല്ലാഹു അവനാണ് സമാധാനം, വമിൻകസ്സലാം, അവനിൽ നിന്ന് സമാധാനം ലഭിക്കൂ. അതുകൊണ്ട് മനുഷ്യ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ആ ഒരു സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. മനുഷ്യന് സമാധാനമില്ലായ്മ, മനുഷ്യന് അശാന്തി, അവൻ നിർമ്മിച്ച വ്യവസ്ഥകളുടെ സ്വാർത്ഥതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രരായി മാറേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആൻ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വരവേൽക്കൂ. സ്വാതന്ത്ര്യത്തെ നമ്മൾ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിനെ നമ്മൾ വരവേൽക്കുക എന്നുള്ളതാണ്. ആ ഇസ്ലാം അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ഇസ്ലാം നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങളെ സമാധാനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഏതൊരുവന് വിമോചനം നൽകുവാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാം തുറന്നു കൊടുക്കുന്നു. നിങ്ങൾക്ക് വിശാലത വേണോ? നിങ്ങൾക്ക് വിമോചനം വേണമോ? നിങ്ങൾ മാനസികമായി നിങ്ങൾ സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട്. ഫമൻ യരിദ് അയ്യളില്ലഹു വയജഅല സദ്റഹു ലയ്യകൻ ഹറജൻ, ഏതൊരുവൻ വഴികേടിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവൻ തന്റെ സ്വയം അടിമത്തത്തിലേക്ക് അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതാക്കി മാറ്റുകയാണ്. സ്വാതന്ത്ര്യത്തെ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിനെ വരവേൽക്കുക എന്നുള്ളതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. മനുഷ്യന്റെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി പ്രവാചകന്മാരിലൂടെ, ആദം പ്രവാചകന്മാരിൽ തുടങ്ങി അവസാനം ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിച്ച സ്വാതന്ത്ര്യത്തിന്റെ ജീവിത സന്ദേശം, മനുഷ്യന്റെ ഇഹപര ജീവിത വിജയത്തിന് ഇതിനെ വരവേൽക്കുക എന്നതല്ലാതെ നമ്മൾ പേറുന്ന അടിമത്തങ്ങളിൽ നിന്ന് വിമോചനത്തിന് മറ്റൊരു വഴിയില്ല എന്ന തിരിച്ചറിവാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം ഒരു പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അനുസ്മരണത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അടരാടിയ മുഴുവൻ ആളുകളെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശിഷ്യ ഈ ഒരു പ്രചോദനം ഇസ്ലാം നൽകുന്ന വിമോചനത്തിന്റെ സ്വാതന്ത്ര്യ ബോധം ഉൾക്കൊണ്ട മുന്നണി പോരാളികൾ, മുസ്ലിം സ്വതന്ത്ര സേനാനികൾ ഈ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ പങ്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചരിത്രത്തിന്റെ കെട്ട മോശപ്പെട്ട ഫാസിസ്റ്റ് രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയണം, ഈ രാജ്യം സ്വതന്ത്രമാകാൻ കാരണമായതിൽ ഒരു പങ്ക്, ഈ ഒരു പ്രചോദനം, മനുഷ്യൻ സ്വതന്ത്രനാകണം, അവൻ സ്വതന്ത്ര സൃഷ്ടി എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മുസ്ലിം സ്വാതന്ത്ര്യ പോരാളികളുടെ പങ്ക് ഛിന്ന ഭിന്നമായിരുന്ന നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഭൂപടത്തിൽ കാണുന്ന ഈ ഒരു വിശാല ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ ദിനം നമ്മുടെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. അതിന് പ്രചോദനമായ നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളണം, പ്രചോദനം ഉൾക്കൊള്ളണം. ഇന്നും അടിമകളായി കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഈ ഒരു സ്വാതന്ത്ര്യ സന്ദേശം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه غفور رحيم.